കോഴിക്കോട് പേരാമ്പ്രയിൽ വിവാഹ വീട്ടിൽ നിന്നും പണപ്പെട്ടി മോഷ്ടിച്ചു. കോറോത്ത് സദാനന്ദന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. 10 ലക്ഷത്തോളം രൂപ നഷ്ടമായി എന്നാണ് നിഗമനം. പ്രതികരണമെന്ന് കേൾക്കാം ആദ്യം. വലിയ ഒരു തുക നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 20 വർഷത്തോളമായി മറ്റ് വീടുകളിൽ ചടങ്ങുകൾ നടത്തി സൗഹൃദങ്ങളുമൊക്കെ വലിയ രീതിയിൽ സാധാരണ സഹായിച്ചിട്ടുണ്ട്. ഇത് പ്രതികളെ നമുക്ക് ഇത്രയും അടിയന്തരമായി കണ്ടെത്തേണ്ടതുണ്ട്. മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട്. ഷഹീദ്, എന്തായിരുന്നു ഈ വിവാഹം? വിവാഹത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ കരുതി വെച്ചിരുന്ന പണമായിരിക്കണം. വലിയ തുകയാണ് മോഷണപ്പെട്ടിരിക്കുന്നത്. പോലീസിൽ പരാതി നൽകുമ്പോൾ എന്താണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ? പ്രതീക്ഷ പേരാമ്പ്ര സ്വദേശിയായ സദാനന്ദന്റെ മകളുടെ വിവാഹമായിരുന്നു. ഇന്നലെയായിരുന്നു വിവാഹം. അതിന്റെ തലേന്ന് മെനയാന്നായിരുന്നു വിവാഹത്തിന്റെ പാർട്ടി. ഈ 2 ദിവസങ്ങളിലായി വിവാഹത്തിനായി വരുന്ന ആളുകളിൽ നിന്നായി ലഭിക്കുന്ന പണം, അതായത് മലബാറിലൊക്കെ വിവാഹത്തിന് വരുന്ന ആളുകൾ വിവാഹ ചെലവിനും മറ്റുമായി പണം നൽകുന്ന രീതിയുണ്ട്. അവർ പെട്ടിയിൽ പണം നിക്ഷേപിക്കുകയാണ് ചെയ്യുക, പേരെഴുതി പണം നിക്ഷേപിക്കുകയാണ്. അങ്ങനെ 2 ദിവസങ്ങളിലായി ലഭിച്ച പണമാണ് അത് ഇന്നലെ രാത്രി വിവാഹമൊക്കെ കഴിഞ്ഞ് വീട്ടിൻ്റെ ഓഫീസ് മുറിയിൽ അത് പൂട്ടിയിട്ടതായിരുന്നു. മുറിക്കകത്തായിരുന്നു ആ പെട്ടി ഉണ്ടായിരുന്നത്. പിന്നെ രാത്രിയാണ് മോഷണം നടന്നത്. അതായത് പണപ്പെട്ടി, ആ പെട്ടിയിൽ തന്നെയാണ് പണം എടുത്തിരുന്നത്. അത് വേർതിരിച്ച് വെക്കുകയോ എടുത്തു മാറ്റുകയും ചെയ്തിരുന്നില്ല. ഈ പെട്ടിയോടുകൂടി മോഷ്ടാവ് ഈ ഓഫീസ് മുറിയുടെ പൂട്ട് തുറന്ന് പെട്ടി എടുത്ത് കൊണ്ടുപോവുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ തൊട്ടടുത്ത് വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഈ പെട്ടി പണം നിക്ഷേപിച്ചിരുന്ന അടങ്ങിയ ആ പെട്ടി ഉപേക്ഷിക്കപ്പെട്ടതിൽ കണ്ടെത്തി. പണം മുഴുവൻ നഷ്ടമായി എന്നുള്ളതാണ് സദാനന്ദൻ്റെ പരാതി. വിവാഹത്തിനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ വിഷയം കൃത്യമായി ഈ മുറി ഏതാണെന്ന് നമുക്ക് അറിയുന്ന ആരെങ്കിലും ഒക്കെ ആയിരിക്കും മോഷണം നടത്തിയതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. 10 ലക്ഷം രൂപയാണെന്നായിരുന്നു ആദ്യം കണക്കാക്കിയത്. പക്ഷേ ഇപ്പോൾ വീട്ടുകാരൊക്കെ പറയുന്നത് 10-ന്റെയും 20 ലക്ഷത്തിൻ്റെയും ഇടയിലുള്ള ഒരു തുക, വലിയൊരു തുക നഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഏതായാലും അടിയന്തരമായി ഇതിൻ്റെ പ്രതികളെ കണ്ടെത്തണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം. ശരി, മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്.